വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രകടനം മെച്ചപ്പെടുത്താൻ മുന്നൊരുക്കവുമായി ബി.ജെ.പി കളത്തിലിറങ്ങുകയാണ്. മെയ് 21-ന് തിരുവനന്തപുരത്ത് ചേരുന്ന ബി.ജെ.പി കോർ കമ്മിറ്റി യോഗം ഇക്കാര്യം വിശദമായി ചർച്ച ചെയ്യും. ജയിക്കേണ്ട സീറ്റുകൾ സംബന്ധിച്ച് ഓരോ ജില്ലാ ഘടകത്തിനുമുള്ള ടാർഗറ്റിനും യോഗം അന്തിമ രൂപം നൽകും. മുൻ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് പ്രകടനം വലിയ തോതിൽ മെച്ചപ്പെടുത്തണമെന്നാണ് ജില്ലാ നേതൃത്വങ്ങൾക്ക് നൽകിയിട്ടുള്ള നിർദ്ദേശം. എല്ലാ ജില്ലകളിലും ജയസാധ്യതയുള്ള സീറ്റുകളുടെ എണ്ണം തയ്യാറാക്കിയിട്ടുണ്ട്. ഇത് സംസ്ഥാന നേതൃത്വത്തിന് കൈമാറും. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പങ്കെടുത്ത വികസിത കേരളം കൺവെൻഷന്റെ ഭാഗമായി ജില്ലകളിൽ ബി.ജെ.പി നേതൃയോഗങ്ങൾ സംഘടിപ്പിച്ചിരുന്നു. ഈ യോഗങ്ങളിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള പ്രവർത്തനം ഉടൻ ആരംഭിക്കാനും തീരുമാനിച്ചിരുന്നു. ജയിക്കാൻ സ്വീകരിക്കേണ്ട നടപടികളും ചർച്ച ചെയ്തിരുന്നു. ജില്ലാ ഘടകങ്ങൾ തയ്യാറാക്കിയ ടാർഗറ്റ് ജില്ലയുടെ ചുമതല വഹിക്കുന്ന കോർ കമ്മിറ്റി അംഗങ്ങൾക്ക് കൈമാറുകയും ചെയ്തു. ബുധനാഴ്ച ചേരുന്ന കോർ കമ്മിറ്റിയിൽ ഓരോ ജില്ലയും മുന്നോട്ട് വെച്ചിട്ടുള്ള ടാർഗറ്റ് വിശദമായി ചർച്ച ചെയ്യും. പാർട്ടിക്ക് പരമ്പരാഗതമായി ശക്തിയുള്ള ജില്ലകളിൽ പരമാവധി ഉയർന്ന ടാർഗറ്റ് നിശ്ചയിച്ച് അത് നേടാനായിരിക്കും ശ്രമം. എല്ലാ ജില്ലകളിലും കഴിയുന്നത്ര വാർഡുകളിൽ ജയിക്കാനുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിക്കാനും നേതൃത്വം നിർദ്ദേശിച്ചിട്ടുണ്ട്. ഒരു വർഷം കഴിഞ്ഞ് നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള സെമി ഫൈനലായാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിനെ പാർട്ടി കാണുന്നത്. ഇതിൽ നേട്ടം കൈവരിക്കാനായി കഴിഞ്ഞാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ ഊർജ്ജം കിട്ടുമെന്ന് നേതൃത്വം കരുതുന്നുമുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ സംസ്ഥാന തലത്തിൽ ഏകോപിപ്പിക്കുന്നതിനുള്ള തീരുമാനങ്ങളും വരും ദിവസങ്ങളിൽ ഉണ്ടാകും. എന്നാൽ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ബി.ജെ.പിക്ക് അല്പം കഠിനാധ്വാനത്തിന്റെ ആവശ്യകതയുമുണ്ട്. കഴിഞ്ഞ 10 വർഷത്തെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ ബി.ജെ.പിയുടെ വോട്ട് ശതമാനത്തിൽ സാരമായ വർധനവ് കാണാൻ സാധിക്കുന്നുണ്ട് എങ്കിലും പാലക്കാട് നടന്ന ഉപതെരഞ്ഞെടുപ്പിന് ശേഷം അത്ര സുഗമമായിരുന്നില്ല കാര്യങ്ങൾ. ബി.ജെ.പിക്ക് അത്യാവശ്യം വേരോട്ടമുണ്ടായിരുന്ന പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ അക്ഷരാർത്ഥത്തിൽ ബി.ജെ.പി പരാജയപ്പെടുന്ന കാഴ്ചയാണ് കണ്ടത്. അതിന് പ്രധാന കാരണമായി വിലയിരുത്തപ്പെട്ടത് മുൻ സംസ്ഥാന അധ്യക്ഷനായിരുന്ന കെ സുരേന്ദ്രന്റെ പിടിപ്പുകേട് എന്നത് തന്നെയാണ്. ബി.ജെ.പിയുടെ നാവറിയുന്ന സന്ദീപ് വാര്യരുടെ കോൺഗ്രസിലേക്കുള്ള ചുവടുമാറ്റം പാലക്കാട് വലിയ രീതിയിൽ ഒരു ഓളമുണ്ടാക്കിയെന്നതും എടുത്തു പറയേണ്ട ഘടകം തന്നെയാണ്. വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ ഏത് വിധേനയും കൈയടക്കുക എന്നതാണ് ബി.ജെ.പിയുടെ ആദ്യത്തെ അജണ്ട. ശേഷം തിരുവനന്തപുരം ജില്ലയിലെ തന്നെ 3 മണ്ഡലങ്ങളിൽ സ്വാധീനമുറപ്പിക്കുകയും വിജയം വരിക്കുകയും വേണം. നേമം, വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം എന്നിവയാണ് ആ 3 മണ്ഡലങ്ങൾ. ചരിത്രം പരിശോധിച്ചാൽ ബി.ജെ.പി ശ്രമിച്ചു കഴിഞ്ഞാൽ ആ മണ്ഡലങ്ങൾ കൂടെ പോരും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അടുത്ത ലക്ഷ്യം കൊല്ലം, പാലക്കാട്, തൃശൂർ എന്നീ ജില്ലകളാണ്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 19% വോട്ട് തോതിൽ നിന്നും 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ 30% ഉയർത്തുകയാണ് ലക്ഷ്യം. ഒപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 5-ൽ കൂടുതൽ ജില്ലകളിൽ ഭരണം പിടിക്കാനായാൽ അത് ബി.ജെ.പിയുടെ ചരിത്രമായി തന്നെ കേരളത്തിൽ മാറും. കെ സുരേന്ദ്രന് പകരമായി രാജീവ് ചന്ദ്രശേഖർ അധികാരത്തിൽ എത്തിയതും ശോഭാ സുരേന്ദ്രനെയും ഷോൺ ജോർജിനെയും സാമുദായിക ഐക്കണുകളാക്കി മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു കഴിഞ്ഞാൽ SNDP വോട്ടുകളും ക്രൈസ്തവ വോട്ടുകളും ബി.ജെ.പിയിലേക്ക് വന്നു ചേരുമെന്ന പ്രതീക്ഷയും സംസ്ഥാന നേതൃത്വത്തിനുണ്ട്.